ഗുഡ് ഈവനിംഗ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏറ്റവും ഒടുവിലെത്തിയ വാർത്തയിൽ തുടങ്ങാം. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടിൽ വീണ ടിയുടെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. ED ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിൽ 9 മണിക്കൂറാണ് ചോദ്യം ചെയ്തത്. അടുത്തയാഴ്ച വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വീണയ്ക്ക് ED നിർദ്ദേശം നൽകി. S ശരൺ കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, രണ്ടാം വട്ടം 9 മണിക്കൂർ, ആദ്യഘട്ടം 7 മണിക്കൂർ എന്നിങ്ങനെയാണ് വീണ ടിയെ ED ചോദ്യം ചെയ്തിരിക്കുന്നത്. രണ്ടാം വട്ടം SFIOയിൽ നിന്ന് ശേഖരിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ചോദ്യം ചെയ്യൽ. വീണ്ടും ഒരാവർത്തി കൂടി വീണ ടിക്ക് EDക്ക് മുന്നിൽ വരേണ്ടി വരുമോ? അരുൺകുമാർ, ഇത് രണ്ടാം തവണയാണ് വീണ ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിലേക്ക് എത്തുന്നത്. അതായത് ഈ മാസം 29 ചോദ്യം ചെയ്യലിന് ഹാജരാക്കണം നിർദ്ദേശിച്ചുകൊണ്ടാണ് നേരത്തെ വീണയ്ക്ക് ED സമൻസ് നൽകിയിരുന്നത്. എന്നാൽ വീണ തന്നെ അറിയിച്ചിരുന്നത് അന്ന് ഹാജരാകുന്നതിൽ അസൗകര്യമുണ്ട്, വേണമെങ്കിൽ നേരത്തെ ഹാജരാകാൻ തയ്യാറാണെന്നുള്ളതാണ്. അത് പ്രകാരമാണ് ഇന്നത്തേക്ക് ചോദ്യം ചെയ്യൽ മാറ്റിയിരുന്നത്. ഇന്ന് രാവിലെ 9:30 കൂടിയാണ് വീണ EDയുടെ കൊച്ചി ഓഫീസിലേക്ക് എത്തിയത്. അതിനുശേഷം ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്തത്. ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ പ്രധാനമായും ED ചില കാര്യങ്ങൾ വ്യക്തത വരുത്താനാണ് ശ്രമിച്ചത്. അതായത് ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ ലഭിച്ച മൊഴികളിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നുള്ളതാണ് ED പറയുന്നത്. അതിൽ പ്രധാനമായും CMRL നൽകിയ സേവനം സംബന്ധിച്ചുള്ള മൊഴികളിലും 2.78 കോടിയുടെ വിനിയോഗം സംബന്ധിച്ചുള്ള മൊഴികളിലുമാണ് പൊരുത്തക്കേടുകളുള്ളത്. ഇതിൽ വ്യക്തത വരുത്താനുള്ള ചോദ്യം ചെയ്യലാണ് നടന്നിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇന്നലെ വളരെ പ്രധാനപ്പെട്ട രേഖകൾ SFIOയിൽ നിന്ന് EDക്ക് ലഭിച്ചിരുന്നു. അത് 134 രേഖകളാണ്. അതിൽ പ്രധാനമായും വീണയും എക്സാലോജിക്കും CMRLുമായി ഉണ്ടാക്കിയ കരാറുകളും ഇതിന് പുറമെ വീണയുടെ IT റിട്ടേണും ഒപ്പം വീണയുടെ വിശദമായ മൊഴിപ്പകർപ്പിന്റെ പകർപ്പും അടക്കമാണ് ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇത് കൂടി അടിസ്ഥാനമാക്കിയുള്ള ചോദ്യം ചെയ്യലാണ് നടന്നിരിക്കുന്നത്. എന്തായാലും ഈ ചോദ്യം ചെയ്യലിന് പിന്നാലെ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നുള്ള നിർദ്ദേശമാണ് EDയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഉടൻ തന്നെ തീയതി നിശ്ചയിച്ചുകൊണ്ടുള്ള സമൻസ് അയക്കും. ഓക്കെ, ശരണാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു ശരൺ.